അപ്പോൾ ടെക്സ്ട്രാർട്ട് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു വെൽവെറ്റ് ഫിനിഷാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വെൽവെറ്റ് ഫിനിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ അതിൻ്റെ ഒരു പാറ്റേൺ വേറൊരു ശൈലിയാണ്. ഇപ്പോൾ ഇതൊരു ലക്ഷദ്വീപുകാരുടെ വീടായതുകൊണ്ട് അവർക്ക് സാധാരണ ടെക്സ്ചറിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വേണം, ചെറിയ പ്രൊജക്ഷനും കാര്യമൊക്കെ വേണം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് മെറ്റീരിയൽ എക്സാടെക്സിൻ്റെ വെൽവെറ്റ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളറിൽ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ബേസ് അടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കളറിൽ ബേസ് അടിക്കാം. ബേസ് ഇല്ലാതെ നമുക്ക് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ റോളറിൽ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേറ്റർമാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ബേസ് എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേസ് ആപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ റോളറിന് അടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡിനെ ആപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണിത്. അതായത് ബ്ലേഡിന് ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈബർ ട്രാവൽ കൊണ്ട് മിനുക്കി കൊടുക്കും. ഈ മിനുക്കി കൊടുക്കുമ്പോൾ ഒരു ഫോഗ് ടൈപ്പ് ഡിസൈൻ വീഴും. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോഗ്. നമ്മൾ വെൽവെറ്റ് ഫോഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്കുള്ള ഡിസൈനാവും ഇത്. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഡിസൈൻ തന്നെയുണ്ട്. പക്ഷേ ഈ ക്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലക്ഷദ്വീപുകാരാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ വേണം. കാരണം ഇവർക്ക് ടെക്സ്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്, ചെറിയൊരു പ്രൊജക്ഷനും കാര്യമൊക്കെ വേണം. അപ്പോഴാണ് നമ്മളതിനൊന്ന് മാറ്റിപ്പിടിച്ചത്. ഇപ്പോൾ ഈ മോഡലാണ് സാധാരണ എല്ലാവരും ചെയ്തു വരുന്നതും കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള ഡിസൈൻ. ഇപ്പോൾ ചെയ്തതും നല്ല അടിപൊളി തന്നെയാണ്. എന്നാലും അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സീഷെൽ സ്പോഞ്ചാണ്. ഇതിലാണ് നമ്മൾ പാറ്റേൺ ചെയ്യുന്നത്. നമ്മൾ ഗ്യാപ്പിട്ട് ഇത് യൂറോപ്യൻസൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഗ്യാപ്പിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം പഞ്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഞ്ച് ചെയ്യുക. കുറച്ച് പ്രൊജക്ഷനായിട്ട് തന്നെ പഞ്ച് ചെയ്യണം. കാലിയായി പോരുത് മെറ്റീരിയൽ. അങ്ങനെ നല്ല രീതിയിൽ ഇത് പഞ്ച് ചെയ്ത് മാക്സിമം ഒരു 5 മിനിറ്റ്, അതായത് ഒന്ന് വാടാനുള്ള ടൈം കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഫൈബർ ട്രാവലാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ടത്. ഈ ഫൈബർ ട്രാവൽ അപ്പോൾ ഈ നമ്മളൊരു 5 മിനിറ്റൊക്കെ ഗ്യാപ്പ് വരുന്ന ഒരു ചെറിയ വലിച്ചിൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റായി പോകുന്നത് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റ് ഫീലിലേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പഞ്ച് ചെയ്തൊരു 2-3 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുക. അധികം ബലം കൊടുക്കാണ്ടാണ് നമ്മൾ ഈ ട്രവൽ ഫ്ലാറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓടിച്ച് ഫ്ലാറ്റ് ചെയ്യാവുന്ന കേസാണിത്. അപ്പോൾ ഇതൊരു ഗ്രിപ്പായിട്ടുള്ള ടൈപ്പ് വെൽവെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാണാൻ അടിപൊളിയാണ് സംഭവം. നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും. ഡിസൈനും അതുവരെ സ്റ്റാൻഡേർഡ് ഫിനിഷാണ്. ഓവർ ഹൈപ്പില്ല. അതായത് ഭയങ്കരമായിട്ടുള്ള ഡിസൈനോ കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു കാണാൻ പക്ക സ്റ്റാൻഡേർഡ് ഡിസൈനാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുന്ന നമ്പർ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിനെ കുറിച്ചും മറ്റു ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടി